ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. എല്ലാവർക്കും എൻ്റെ പ്രിയ തിരുവോണാശംസകൾ. പ്രിയ തിരുവോണാശംസ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണം വ്ളോഗാണ്. അപ്പം നമ്മൾ കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോകണമെന്നുള്ളത് പറ്റുമോ എന്നറിയില്ല. അപ്പം ഇതാ ഉണ്ണിക്കുട്ടൻ ഓണക്കോടിയൊക്കെ ഇട്ടിട്ടാട്ടോ വന്നേക്കുന്നത്. ഞങ്ങളിതൊരു ഓണക്കോടിയൊന്നും ഇട്ടില്ല, അത് കുറച്ച് കഴിയുമ്പോൾ ഇടും. ഞങ്ങൾ മുടിയൊക്കെ കെട്ടി, ഞങ്ങളിതാ സിസ്റ്റേഴ്സ് മുടിയൊക്കെ കെട്ടിക്കണ്ടോ. അപ്പോൾ ഇന്നൊരു ഓണം വ്ളോഗാണ്. അപ്പം നമ്മൾ നേരത്തെ രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു ഈ പ്രാവശ്യം. അങ്ങനെ അത്തപ്പൂക്കളവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഏറ്റവും അവസാനം ഞാൻ ഇതിൻ്റെ കൂടെ നിന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോ ആ അത്തപ്പൂക്കളവും കൂടെ കാണിക്കട്ടെ. ഓക്കെ, നമുക്ക് പോകാം. കമോൺ. ഞങ്ങൾ ഇതാ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. നമ്മൾ നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട്. ശ്രീകുളിച്ചൊക്കെ നമുക്ക് ഇട്ട് തന്നു കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചാണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത്. ചേച്ചിയുടെ അമ്മയാണ് പൂക്കൾ മേടിച്ചത്. അപ്പം ഇവിടെ കിട്ടത്തില്ല പൂക്കൾ, അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിച്ചത്. ഇവിടെ പൂക്കൾ അധികം ഇല്ല കേട്ടോ. നല്ല പൂക്കളാണ്ട്, റോസപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു ഒരുമാതിരി. അപ്പം ഞങ്ങളുടെ കോഴിയിൽ. അപ്പം ഇപ്പം ഞങ്ങൾ ഇപ്പം ചുമ്മാ ഇപ്പം നമ്മൾ സദ്യയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ കേട്ടോ സദ്യയൊക്കെ എപ്പോഴേ ഉണ്ടാക്കി വെച്ചു. എൻ്റെ പേരമ്മയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പേരമ്മ അമ്മ എല്ലാവരും കൂടെ. അപ്പം നമ്മൾ ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു പരിപാടിയെല്ലാം. വണ്ടി മറിയുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല. പെട്ടെന്ന് വണ്ടിയിൽ എന്തോ ശബ്ദം കണ്ടു. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അപ്പം അത്തപ്പൂക്കളമെല്ലാം ഇട്ട് നേരത്തെ എന്നാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ചിലപ്പോൾ അതിൻ്റെ മണമൊക്കെ പോകുമെന്ന് ഓർത്തിട്ട് നേരത്തെ അത്തപ്പൂക്കളമെല്ലാം ഇട്ടു കേട്ടോ. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയും അത്തപ്പൂക്കളം ഇടാൻ നമ്മളെ സഹായിച്ചു അല്ലേ. അപ്പം നമ്മൾ യുകെയിലാണ് ചേച്ചി പഠിക്കുന്നത്. അപ്പം നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ടു. അപ്പം നമുക്ക് ഇനി സദ്യയൊക്കെ ഒന്ന് പോയി കണ്ടാലൊക്കെ സദ്യയുടെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്ക് പോയി കാണാം. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അവിടെ അവിയലൊക്കെ വെക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോയപ്പോഴത്തേനും അവിയൽ അവിടെ റെഡി ആയിട്ടില്ല, പേരമ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിയലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം കാണിക്കാം. അപ്പം ഗൈസ്, നമ്മളിന്ന് അത്തപ്പൂക്കളം ഇട്ടത് നമ്മൾ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പം ആ പൂവിൻ്റെ കൂടെ നമ്മൾ കാട്ടിലുള്ള പച്ച ഇലകളൊക്കെ ഇല്ലേ, അതും കൂടെ നമ്മൾ പറിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിൽ. മുണ്ട് ഷർട്ടൊക്കെ എടുത്താട്ടോ ഉണ്ണിക്കുട്ടൻ. മഴയാണ്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിത് ഈ ഒരു കോൺക്രീറ്റ് റോഡുണ്ടല്ലോ, ആ റോഡിലൊക്കെ ഇവിടെ അടുത്തടുത്തൊക്കെ പിള്ളേരുകളൊക്കെ ഉണ്ട്. അന്ന് കാണിച്ചൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കളിക്കും. അങ്ങനെ ഇന്നലെ കളിച്ചപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കണം എന്ന് ഓർത്താ, അപ്പം മറന്നുപോയി. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അമ്മ അവിടെയായിരുന്നു വീട്ടിൽ. ഞാൻ മാത്രം നേരത്തെ ഇവിടെ വന്നായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും അപ്പുറത്തായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ. അപ്പം ഫോൺ വേണമെങ്കിൽ അതല്ലേ ഞാൻ പറ്റുള്ളൂ. അമ്മ അപ്പം വന്നപ്പോൾ ഒരു 6-6:30 ശരിക്കും ഫോണും തരത്തില്ല, എന്തോ ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരുക്കമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് പോവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൽ ഇതാട്ടോ ഞങ്ങൾ പറഞ്ഞ ചേച്ചി, ശ്രീകുട്ടി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ചേച്ചി ഒരു ഹായ് പറയൂ. ഹായ്. ആ ചേച്ചി ഞങ്ങളുടെ ചേച്ചിയാണ്. എൻ്റെ പേരമ്മയുടെ മോളാട്ടോ, അമ്മയുടെ ചേച്ചിയുടെ മോള്. ഇവരുടെയൊക്കെ അപ്പച്ചിയാട്ടോ, ഇവരുടെ രണ്ടുപേരുടെ ഉണ്ണിക്കുട്ടൻ്റെ. അപ്പം ഞങ്ങൾ ചേച്ചി യുകെയിലായിരുന്നു. ചേച്ചി ഇപ്പം അവധിക്ക് വന്നേക്കുന്നതാണ്, ഓണത്തിൻ്റെ അവധിക്ക്. അപ്പം ചേച്ചിയാണ് ഞങ്ങൾക്ക് അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ.
അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇപ്പം രാവിലെ നമ്മുടെ അവിടെ ആൾക്കാരില്ല. ഇപ്പം പണ്ട് തൊട്ട് ഇവിടെ ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കാൻ ആൾക്കാർ വരും. ഇവിടെ ഉണ്ടായിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ വരും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയെന്നാണ് പറഞ്ഞതിപ്പം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി പറഞ്ഞില്ല, അമ്പലത്തിൽ പോകാമെന്നാണ് എന്നോട് പറഞ്ഞത്. അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോകാം. എടി ഞങ്ങളാ അവിടുത്തെ ആൾക്കാരെയൊക്കെ കാണാം. കമോ. അപ്പോൾ നമ്മളിപ്പം ഓണക്കോടി ഇട്ടു. ഇതായിട്ട് എൻ്റെ ഡ്രസ്സ് കണ്ടോ, ഓണക്കോടി. അപ്പം ഓണക്കോടി ഇട്ടു. എല്ലാവരും ഇട്ടു. അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഗൈസ്, നമ്മൾ ഇപ്പം സദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശീതൾ വന്നിട്ടുണ്ടല്ലേ ശീതളെ. അപ്പം നമുക്ക് സദ്യ ഉണ്ടാകാൻ പോയിട്ട് കാണാം. ഓക്കെ. ഞാനും കാണിക്കുന്നത് പപ്പടം കൈകൊണ്ട് വരകി കുടിക്കുന്നു. പരിപ്പെടുത്തതല്ലേ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് വന്ന ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ ദേ നടക്കുന്നുണ്ട് ഇതിലേ. ഉണ്ണി ഇങ്ങനെ ഉണ്ണി വാ. സദ്യയെക്കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? എല്ലാ രുചിയായിരുന്നു. പായസമോ? പായസത്തിന്റെ പാലും കുടിച്ചു. ആ, അപ്പോൾ പായസം, അവന് പായസത്തിൻ്റെ പാല് മതി. അതിന് പറഞ്ഞാണ് എനിക്ക് പായസത്തിൻ്റെ ചാറ് തരാം അല്ലേ. അപ്പം പിന്നെ പായസത്തിൻ്റെ പാല് കുടിച്ചു. പിന്നെ രണ്ടുപേരുടെ ഓണക്കോടി ഞാൻ കാണിക്കാം. നൈനുവിൻ്റെ ഉണ്ണിക്കുണ്ട കണ്ടാണ് ഞാൻ നൈനുവിൻ്റെ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നൈനുവിൻ്റെ ഓണക്കോടി. കണ്ടോ, ഇഷ്ടപ്പെട്ടോ നൈനു ഓണക്കോടി? അടിപൊളി. ഉപ്പേരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷനാണ് ഞാനിപ്പോൾ കണ്ടത്. ഹായ് കൊടുത്ത ശീതളിനെ എല്ലാവരും അറിയായിരിക്കും. നമ്മുടെ നൈനുവിൻ്റെ വീഡിയോയ്ക്ക് അത് പ്രശസ്തമായി നിന്നൊരു വ്യക്തിയാണ് അല്ലേ ശീതളെ? എന്താണ് ഇന്നത്തെ സദ്യയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, പറയൂ. നല്ലതായിരുന്നു, സദ്യ ഉണ്ടാക്കിയ പേരമ്മയും ചേച്ചി എല്ലാവരും കൂടാണ്. നൈനൂന് എന്താണ് അഭിപ്രായം സദ്യയെക്കുറിച്ചുള്ള? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപ്പേരി, ശർക്കര വരട്ടി, അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഓട്ടോയ്ക്കകത്ത് മാമൻ്റെ ഓട്ടോയ്ക്കകത്താട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വെട്ടമില്ലാത്ത. എന്നാലും വെട്ടമുണ്ട്, അധികം വെട്ടമാണ്. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖമെല്ലാം ചുവന്നിരിക്കുന്നല്ലേ. ലിപ്സ്റ്റിക് എല്ലാം കൂടെ വാരി തേച്ച് നൈരു ഇവിടെ എൻ്റെ ഇപ്പോഴും മുഖം ചുവന്നായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബ്രഷ് പെൻ എടുത്ത് കളർ അടിച്ചു കുറച്ച് നേരം. പിന്നെ വണ്ടിക്കകത്ത് വന്നിരുന്നു അല്ലേ. ഈ പെണ്ണ് തന്നെ കളിയുണ്ടെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. നമ്മുടെ അത്തപ്പൂക്കൾ ഇപ്പം ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു ഫീലാണ്. പകുതി പൂക്കളൊക്കെ വെളിയിലോട്ട് പോയത് കണ്ടോ, കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ ഫോട്ടോ, ഏറ്റവും അവസാനത്തെ ഫോട്ടോ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ആദ്യം ഞാൻ ഓർത്ത് ഇവിടെ വരത്തില്ലായിരിക്കാം. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒന്നും വന്നില്ല. ഞാൻ ഓർത്ത് വരത്തില്ലായിരിക്കാം. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ പുതിയ വാച്ച് ചേച്ചി കൊണ്ടു തന്ന കേട്ടോ. കണ്ടോ, ഇത് അവൾക്കും ഉണ്ട്. അവളുടെ ഒരു ബ്ലൂ ഇതാണ് വൈറ്റ്, എൻ്റെ ഒരു പിങ്ക് ആട്ടോ. എൻ്റെ ചേച്ചിയുടെ ചേരുന്ന ചേച്ചിയുടെ എനിക്കാ ചേരുന്ന എൻ്റെ ഡ്രസ്സ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഓണക്കോടിയാണ്. നിൻ്റെ ഓണക്കോടിയല്ലേ അതേ. അവളുടെ ഞാൻ കാണിച്ചില്ലായിരുന്നു ചേച്ചി. ഇതാണ് ഗൈസ് ശീതളിൻ്റെ ഓണക്കോടി. ഇപ്പം ഞങ്ങളിപ്പോൾ സദ്യ എല്ലാം വെച്ച് വയറ് നിറഞ്ഞിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കളികളുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ബൈ ബൈ. ചുമ്മാ ഇത് ഞങ്ങൾ ബ്രഷ് പെൻസൊക്കെ എടുത്തോണ്ട് വന്നത് ശീതളിൻ്റെ കേട്ടോ. അങ്ങനെ ബ്രഷ് പെൻസ് ഇങ്ങനെ കയ്യിലൊക്കെ ഓരോന്നിങ്ങനെ വരച്ചു കൊടുത്തു. ഉണ്ണിക്കുട്ടൻ എന്തേ അവിടെ മുണ്ടൊക്കെ മടക്കി കുത്തിയിരിപ്പുണ്ട്. നീ ഹലോ ഇവിടെ ഒരാളുടെ കുസൃതി ഞാൻ കാണിക്കാം. ഈ ബ്രൗൺ ബ്രഷ് പെൻ എടുത്തിട്ട് ദേ ഇവളുടെ പണിയാട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ശീതള് തന്നെയാണ്. മൈലാഞ്ചി ഇടുവാണ്. ഇവൾക്ക് വട്ടാ ഗൈസ്, വട്ട്.
ഇത് കണ്ടോ കാണിക്കുന്ന പരിപാടി കണ്ടോ. നമ്മള് ചേച്ചി ഉണ്ടാക്കിയ പുഡിങ് കഴിക്കാം. എങ്ങനെയുണ്ട് ശീതളെ? ഞാൻ കഴിച്ചോക്കട്ടെ. അടിപൊളി. എങ്ങനെയുണ്ടായി പുഡിങ്? സ്നൈല് പറയുന്ന പുഡിങ് അടിപൊളിയാണ്. നമുക്ക് ശീതളിനോട് ചോദിച്ചോക്കാം. എങ്ങനെയുണ്ട് ശീതള പുഡിങ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സദ്യയും പുഡിങ്ങും എല്ലാം ഒരേ ലെവലാണ് അല്ലേ? ഡാൻസ് കളിക്കാൻ പോവാണ്. അവിടെ സ്പീക്കറെല്ലാം റെഡിയാക്കണം. ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം നമുക്കിനി ഡാൻസ് ചെയ്യാം. വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. ഓക്കെ, ശീതൾ നമുക്ക് വീഡിയോ അസലായിട്ട് എടുക്കും. ശീതളിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉള്ളതായിരിക്കും. ഉണ്ട് മാത്രം. ശീതളിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉള്ളതായിരിക്കും. പിന്നെ നമുക്ക് കേൾക്കുന്നില്ല ഇവിടെ ശബ്ദം. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന ആരാണ്? തുടങ്ങി പാട്ട്. പോയിക്കോ. പോരെ ഞാൻ ഓട്ടോയ്ക്കകത്ത് വെച്ചൊന്ന് കാണുന്നത്. സൗബിൻ പോകുന്നുണ്ടോ? സൗബിൻ എനിക്ക് ഈ മുതുക്കിക്കൊക്കെ ഈ കൊച്ചിൻ്റെ കൂടെ കളിക്കാം. മോൻ കളിക്കുന്ന കാണാനാ ഞാൻ മനസ്സ് വിഷമിപ്പിക്കണം. ഓക്കെ ഈ വൃത്തികെട്ട സാധനമൊക്കെ ബാക്കി കിട്ടുന്നുണ്ടോ? അതല്ല, അത് നമുക്ക് വൃത്തിയാക്കുമ്പോൾ പച്ച നമുക്ക് ഇവിടെ അരിഞ്ഞിട്ടാലോ അതിനകത്ത് ഇവിടെ അല്ല പച്ചക്കകത്ത് എന്നിട്ട് ഇവിടെ റോസാപ്പൂ ഇങ്ങനെ അടുക്കി വെക്കാം.
പരിപാടി എല്ലാം കഴിഞ്ഞു, ഒന്ന് ഉറങ്ങുകയും ചെയ്തു. നമ്മൾ ഡ്രസ്സെല്ലാം ഒരു ഉണ്ണിക്കുട്ടൻ അതേ ഡ്രസ്സ് ഇട്ടോണ്ട് നിൽക്കുക അല്ലേ ഉണ്ണിക്കുട്ട? നല്ലോണം പരിപാടിയായിരുന്നു ഗൈസ്. കളികളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടപ്പൂക്കളത്തിൻ്റെ പകുതി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടുന്നതിൻ്റെയൊക്കെ പകുതി എടുത്തുള്ളൂ ഗൈസ്, എടുക്കാനേ പറ്റുള്ളൂ. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യത്തെയാണ് അടിപൊളിയായിരുന്നു. അപ്പം സമയം 6:12 അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.